എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടുവോ, മത്തങ്ങ എല്ലാവർക്കും അറിയും, ഒരു കഷ്ണമാണ് മത്തങ്ങ. അത്ര വേണ്ട, കുറച്ചാണ് മത്തങ്ങ. പച്ചക്കറി വെച്ചിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കണത്. കണ്ടോ, മെയിൻ താരം മത്തങ്ങയാണ്, എല്ലാവർക്കും അറിയും. അപ്പോൾ നമുക്ക് കഷ്ണം വെട്ടിയെടുക്കണം ചെറുതാക്കിയിട്ട്. അതിന് കൂടെ ഇടുന്നത് ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഒരു വലിയ തക്കാളിയാണ് കിട്ടുന്നത്. പിന്നെ തേങ്ങ കുറച്ചധികം വേണം, കുറച്ചുകൂടി തേങ്ങ വേണം, പൊളിക്കണേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ഒരു മുറി തേങ്ങ വേണം. പിന്നെ ഒരു ഗ്ലാസ് പച്ചരി, ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് നമുക്ക് എത്ര വേണമെങ്കിൽ ആ കൂട്ടും കൂടെയൊക്കെ ചെയ്യാം. അപ്പോൾ പച്ചരി ഇന്നലെ കുതിർക്കാൻ വെച്ചാണ്. തേങ്ങ, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ മത്തങ്ങ കഷ്ണം വെട്ടിയിട്ടുണ്ട്. നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാണുന്നുണ്ടോ, മത്തങ്ങ ഇടുന്നുണ്ട്. കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരു വലിയ തക്കാളിയാണ്. പിന്നെ അതുകൊണ്ട് കറിവേപ്പില. ഈ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെച്ചാൽ, കുട്ടികളും കണ്ടിച്ചാൽ അവർക്കൊക്കെ പറ്റിയ ഒരു പ്രത്യേക ടേസ്റ്റായ ഒരു ദോശയാണ്. ഒരുപാട് ഐറ്റം ഉണ്ടാക്കാൻ പറ്റും മത്തങ്ങയും കൊണ്ട്. നമുക്ക് അരി ഇട്ടെടുക്കാം. പാകത്തിന് അരി, ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടണം. ഇത് ചുവപ്പ് അരിയാണ്. നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കൂടെ തന്നെ നമ്മുടെ തേങ്ങ അടിയിലിട്ടുണ്ടാണോ, തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ കുറച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അരച്ചെടുക്കട്ടെ. 2 മണി ജീരകം ഇടുന്നുണ്ട്, അത് വിട്ടുപോയതാണ്. കണ്ടോ, 2 മണി ജീരകം. ഒരു 2 മണി നമ്മുടെ മറ്റേ ജീരകം അവിടെ ഇടുന്നുണ്ട്. പെരുംജീരകം. പാകത്തിൽ ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നൈസായിട്ട് അരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കണ്ടോ, നല്ല കളർഫുള്ളായ മത്തങ്ങയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് അരച്ചെടുത്തു. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കലക്കി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങയാണ് മെയിൻ ടേസ്റ്റ്. കുറച്ച് വെള്ളം കലക്കി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ല മിക്സർ ജാറ് കഴുകിയിട്ട് പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തു. നമുക്ക് നല്ല മിക്സായി കൊടുക്കാം. അടിപൊളി ടേസ്റ്റായ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ, നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു പൊടിക്ക് വേണിച്ചാൽ സോഡാപ്പ് ഇടാം. സോഡാപ്പ് ഒരു പൊടിക്ക്, വേണ്ടെങ്കിൽ വേണ്ട, അത് നമ്മുടെ ഇഷ്ടമാണ്. മാവിലിടുന്ന സോഡാപ്പ്, പൊടിക്ക് കായംപൊടി ഇടുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒരു മണത്തിനൊക്കെ. കായം ഇളക്കി കൊടുക്കാം. സെറ്റായി. ദോശ ചൂടാം. അപ്പം അങ്ങനെ നമുക്ക് ദോശക്കല്ല് വെച്ചിരുന്നു. കല്ല് ചൂടായി, നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
എണ്ണ മേലക്കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ നെയ്യോ എന്ത് വേണമെന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ ആവട്ടെ. അടിപൊളി ടേസ്റ്റ്, വെറൈറ്റി ടേസ്റ്റിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും ആയ ദോശ. തേങ്ങ കുറച്ച് തോനിടണം, അപ്പോൾ ടേസ്റ്റ്. ചട്നി, ചമ്മന്തി, സാമ്പാർ എന്ത് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചും കഴിക്കാം, ഒഴിക്കാണ്ടും കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മറിക്കാം. അപ്പോൾ മത്തങ്ങ കഴിക്കാത്ത കുട്ടികളൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് മത്തങ്ങ. അപ്പോൾ അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ആയിട്ടില്ല, മറിച്ചിട്ടു. നല്ല കളർഫുള്ളായ വ്യത്യസ്തമായ കളറും ടേസ്റ്റും ആയ ഒരു ദോശയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നാ ഞാൻ ചുട്ടെടുക്കാം. മെല്ലെ വേവുള്ളൂ, പച്ചക്കറികളല്ലേ, അതുകൊണ്ട് കുറച്ച് സ്ലോവിൽ സമയമെടുത്തിട്ട് വേവിക്കണം ദോശേനെ. അടിപൊളി ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. കണ്ടുവോ? പച്ചക്കറി ദോശ. നമുക്ക് അടിപൊളി പച്ചക്കറി ദോശയാണ്. നല്ല അടിപൊളി കളർഫുള്ളായ ദോശയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നല്ല മഴയുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കാം. ചമ്മന്തി കൂട്ടി കഴിച്ചാണ്ടല്ലേ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു ദോശയാണ്.